മനഃപൂർവ്വം കളിക്കണാണ്. ഇപ്പൊ സ്ഥിരം ഉള്ളതാണ്. ഇപ്പൊ നോക്കിയവന് രാജേ. ഓ ഇവിടെ നിന്ന് നോക്കിയാലേ നമ്മളെ കുളിക്കടവ് കാണാടാ. രാജേ രാജേ പാറ തുറന്ന് കടവെത്തി കാണും. അയ്യോ അയ്യോ കരയണേ. എനിക്ക് കുളിക്കടവ് കാണാൻ പറ്റണില്ലേ? ദൃശ്യ മോഡലായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. ട്രെയിലറിൽ നമ്മൾ ആർക്കും കൊടുത്തില്ല. തിയേറ്ററിൽ ഉണ്ടാവില്ല മിക്കവാറും. വെറുതെ ആവശ്യമില്ലാതെ നന്മമരം കളിക്കരുത് കേട്ടോ. അതല്ല നന്മമരോ? അമ്മ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് ചിറ്റപ്പൻ പറഞ്ഞായിരുന്നു. അത് പിന്നെ മാവിലത്തെ മാങ്ങയിൽ ഇടയ്ക്കെങ്കിലും ഒരു മാങ്ങ പൊട്ടിട്ടെന്ന് വിചാരിച്ചു. മസാല വെച്ച് കൊടുക്കുമ്പോ കൂടെ പട വരുന്ന പോലെ ഇതിനും പെട്ടാവുമല്ലോ ചേട്ടന്റെ കൂടെ. ഇതെല്ലാവരും പോറ്റാൻ ഞാൻ ആരോടും കരാറൊന്നും കൊടുത്തിട്ടില്ല. എന്റെ കുടുംബത്തിനെ നീ എപ്പോഴാ നോക്കിയത്? നിന്റെ കുടുംബത്തിന് ഞാൻ നോക്കിയിട്ടില്ലടാ. തന്നിട്ടില്ലേ? എത്ര തവണ ഞാൻ പൈസ തന്നിട്ടുണ്ട്? ആ കാശുപോലെ ഞാൻ തിരിച്ചു തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. ആ നന്ദി നിനക്കൊണ്ട് വന്നിട്ട് മോനെ കണിക്കുന്ന എവിടുന്നാ? കണിക്കുന്നയോ? മരത്തിനാ. മോനെ മരം എവിടാ? മരോ? അത് റോഡിന്റെ സൈഡിലാ. റോഡിന്റെ സൈഡിലല്ലേ? ആ റോഡിന്റെ സൈഡ് എവിടാ? അത് വീടിന്റെ മുറ്റത്ത്. പക്ഷെ ഒരു കാര്യം എന്നോട് ഫ്ലൈറ്റിൽ നിന്ന് അളിയനാണ് കഥ പറഞ്ഞത്. ഓക്കെ, എന്നോടൊരു കഥ പറഞ്ഞു. ഞാൻ അവിടെ പോയപ്പോഴാണ് പറഞ്ഞത് ആ കഥയല്ല ഈ സിനിമയുടെ. വർത്താനൊന്നും പറയണ്ട. ഇത്രയും കാലം ഇവിടെ കയറി താമസിച്ചിട്ട് 1 രൂപയെങ്കിലും വാടക തന്നിട്ടുണ്ടോ? 1 രൂപ പോലും വാടക കൊടുക്കത്തില്ല അവന്. കാരണം അവന്റെ അനിയനാ, എന്റെ ബ്ലഡ് ഗ്രൂപ്പാ. മാല എടുത്താടാ. മാലേ? മാല 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 ഞാൻ ചിറ്റപ്പനെ പണയം വയ്ക്കാൻ കൊടുത്ത്. കാണാൻ വന്നാൽ അയ്യോ സഹദേവൻ ഇവിടെ ഇല്ലല്ലോ. മരിച്ചു. ഇനി ഒരു സീനിയേറ്ററിന്റെ സ്ക്രിപ്റ്റ് വിനീത് ശ്രീനിവാസന് കൊടുക്കാറായോ? സ്ക്രിപ്റ്റ് അവന്റെ എടുക്കുവോ? പിന്നെ ഒരു കറുത്ത കാർ മുമ്പിൽ കിടപ്പുണ്ടായിരുന്നു വീടിന്റെ. കറുത്തതാണെന്നോ? നിങ്ങൾ അങ്ങനെ കണ്ടു? നിങ്ങൾ അന്തമാരിയോ? അല്ല, അത് പിന്നെ കണ്ണ് കാണാൻ വയ്യാത്തവർക്ക് എപ്പോഴും ഇരുട്ടായിരിക്കുമല്ലോ. അതാ എല്ലാം കറുത്തേ കാണും. നിങ്ങൾ ഇങ്ങനെയല്ല ഞാൻ ജസ്റ്റ് നമ്മുടെ മാലയിട്ടൊന്ന് പണയം വെച്ചതാ. മാലയാ? എടാ ഞാൻ കൈറ്റി കെട്ടിക്കൊടുത്ത താലിമാലയാണ്. ഓഹോ, അപ്പൊ ഒരു താലിമാലയിൽ ഒതുങ്ങുന്നതാണോ വെച്ചാൽ നിങ്ങളും അമ്മയും തമ്മിലുള്ള ബന്ധം? ഇന്നത്തെ ദിവസം നീ ഇനി വീട്ടിൽ കയറി പോയി. ആഹാ, നിങ്ങൾ എന്റെ ചെലവ് കഴിയുന്ന ഒരു ദിവസം വരും. അന്ന് ഈ ലോകാവസാനം. എടാ പണ്ട് തറ നെയ്താൻ പറഞ്ഞ പറ നെയ്തിട്ട് വള്ളി ഇട്ട് വായിക്കുന്നവന്
ഇറങ്ങി പോടാ അങ്ങോട്ട് നമ്മുടെ താലിമാലയൊക്കെ എടുത്ത് പണയം വെച്ചത് അത് പിന്നെ ബേബിക്ക് കിട്ടുന്ന സ്കൂട്ടറൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? പറഞ്ഞ അച്ഛന്റെ കീഴിൽ നിന്ന് എടുത്താണ് അച്ഛൻ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത്. സീൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് മറ്റേ ഇരുട്ടത്ത് പോയിരുന്നു സ്വയം അഭിനയിച്ചിട്ട് വരുമെന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറയണ ഞാൻ കേട്ടു വിനീതേട്ടൻ. ഞാൻ ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുട്ടത്തേക്കൊക്കെ മാറി നിന്ന് സ്വയം അഭിനയിച്ചിട്ട് തിരിച്ചു ഇല്ല പ്രാർത്ഥിക്കാൻ പോകുക ഇങ്ങോട്ടാ ഇടിച്ചു കയറുന്നത്. എന്താ അങ്ങനെ കേറരുത്, ഒരു പ്ലാനിങ് ഒക്കെ വേണം. നമ്മൾ എന്തായിട്ട് അകത്ത് കയറുന്നത് അന്ധഗായകരായിട്ടാണ്. അപ്പൊ കേറുമ്പോഴും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും എല്ലാം അന്ധന്മാരായിട്ട് ഫീൽ ചെയ്യണം അവർക്ക്. ഇല്ല പിടുത്തം വീഴും. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് കുറെ പേര് വേണം. അതിപ്പോ പേരെന്ന് പറഞ്ഞ എനിക്ക് പുഷ്പൻ പുഷ്പൻ അത് ഞാനുണ്ടായിരുന്ന പേരാ. അത് ഞാനിട്ട് ഞാനിപ്പോ അത് ഏതായാലും ഇട്ടല്ലോ. ഓക്കെ, ശക്തൻ. ശക്തൻ ഞാനിടായിരുന്ന പേരാ. കല്യാണി പ്രിയദർശൻ പറ. അവള് കല്യാണി ഇങ്ങനെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അപ്പൊ കൊറേ കഥ ഉണ്ടാവും പറയാൻ. ആക്ച്വലി പരിചയപ്പെടുത്തി കൊടുത്ത ബേസിൽ പണ്ടങ്ങാണ്ട് നാടകത്തിലാണ്ട് അഭിനയിച്ചെന്ന് പറഞ്ഞു. ഞാൻ അഭിനയിച്ചതാണ്. എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ. അന്ന് ഞാൻ ഊമയായിട്ടല്ലേ അഭിനയിച്ചതാണ് നാടകത്തിൽ. വെൽക്കം ടു മർണക്കിണർ ട്രപ്പീസും നരയും കുത്തി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വരും സിംഗങ്ങൾ. സർക്കസ് ആരംഭം, സകലകല അഭ്യാസം, സിറയിലുള്ള ആനന്ദം, നടക്കപ്പോറൻ ഭൂകമ്പം. നല്ല അഭിപ്രായമാണ് എനിക്ക് പുറത്ത്. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടാ. 3000 രൂപ ചോദിച്ചിടത്ത് 30,000 രൂപ എഴുതി കൊടുത്തേക്കുന്നു. നിങ്ങൾക്ക് എന്തെന്നാണ് മനുഷ്യ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെറുതെ കൂടെ കാശ് കളയ്യ. അല്ല വിധു, ഈ ചെക്കിൽ ഞാൻ 3000 എന്നാണ് എഴുതിയത്. അപ്പൊ ഒരു 0 കൂടിപ്പോയി 30,000 ആയിപ്പോയി. പിന്നെ അതെന്റെ ഒരു അഭിമാന പ്രശ്നമല്ലേ. ചെക്ക് വെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതെന്റെ മനസാക്ഷി കൊണ്ട് അനുവദിച്ചില്ല. സാരമില്ല, പോട്ടെ. ആ ചെക്കനായിട്ട് അന്ന് ഞാൻ ഫോട്ടോ കൊടുത്തിട്ട് ഫ്ലെക്സ് ജംഗ്ഷനിൽ വെച്ചതാണ്. ഒന്നും പറയണില്ല ഡയറക്ടർ. എനിക്കൊന്നും പറയാനില്ല, ഇവര് പറയട്ടെ. എന്നാ ഈ പടത്തിന്റെ കഥയെങ്കിലും പറ കുറച്ച്. അയ്യോ രാജേ, ഈ കുഴി എത്ര അടി കൊണ്ടടാ? വീണപ്പോ ഞാൻ ടാപ്പും കൊണ്ടല്ലേ ചാടിയ. പോടാ അവിടുന്ന്.